ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ പാസ്സാക്കാൻ നോക്കാം. ഓക്കെ. അപ്പം ബേസിക്കലി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഈ കോമൺ ആയിട്ട് വരുന്ന പിറ്റ്ഫോൾസ്, അതായത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ എന്താണ്, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ലൈക്ക് ഏതെങ്കിലും ഒരു ഫണ്ടഡ് കമ്പനി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. യൂഷ്വലി ഫ്യൂച്ചേഴ്സിൽ വരുമ്പോൾ ഫണ്ടഡ് കമ്പനീസിന്റെ റൂൾസ് ഒക്കെ സിമിലർ ആണ്, കൈൻഡ് ഓഫ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് ഫണ്ടഡ് അക്കൗണ്ട്സ് ലൈക്ക് ഫ്യൂച്ചേഴ്സിൽ. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ലിബറലാക്കി കൊണ്ടുവരികയാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയാ, നമ്മളെ ഫെയിൽ ചെയ്യാനുള്ള റൂൾസ് അവർ ഓൾറെഡി ഉണ്ടാവും. അത് അവര് സ്മാർട്ടായിട്ട് തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടാവും. ലൈക്ക് പല രീതിയിലാണ് ഹിഡൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം നമുക്കതെങ്ങനെ ഹിഡൻ റൂൾസ് കണ്ടുപിടിക്കാം, കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ. ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒരു ഗോഡ് ഫണ്ടഡ് എന്ന് പറഞ്ഞൊരു ഫണ്ടഡ് ഫേമാണ്. ഇവർക്ക് ഫ്യൂച്ചേഴ്സും ഉണ്ട്, അതുപോലെ നമുക്ക് CFDയും കറൻസിയും ഒക്കെ ചെയ്യാൻ ഫോറക്സും ഉണ്ട്. ഓക്കെ. അപ്പം ഇവരുടെ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒരു അക്കൗണ്ടിൽ ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോ ഡൗൺ എങ്ങനെയാന്നുള്ളത്. അതായത് പല ടൈപ്പ് ഡ്രോ ഡൗൺ ഉണ്ട്. ഇപ്പം ഇവരുടെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 3 ടൈപ്പാണ് ഡ്രോ ഡൗൺ വരുന്നത്. ഓക്കെ. അതായത് എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗണും ഉണ്ട്, പിന്നെ സ്പ്രിന്റ് ഡ്രോ ഡൗണും പിന്നെ ഇൻസ്റ്റന്റിലാണെങ്കിൽ കൈൻഡ് ഓഫ് എൻഡ് ഓഫ് ദ ഡേ തന്നെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ലൈക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഡ്രോ ഡൗൺ, ലൈക്ക് ഒരു 2 ടൈപ്പ് അല്ല, നമുക്ക് 3 ടൈപ്പ്. അതിൽ 2 മെയിനായിട്ട് കാണുന്ന ഡ്രോ ഡൗൺസ്. അതായത് എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗൺസും പിന്നെ റിയൽ ടൈം ആയിട്ട് ട്രെയിൽ ചെയ്യുന്നത് എന്താ പറയുക, അവർ ഇൻട്രാഡേ ഡ്രോ ഡൗൺ എന്നും അങ്ങനെ പല പേരിൽ അത് വിളിക്കാം. ബേസിക്കലി ഈ റിയൽ ടൈമിൽ ഡ്രോ ആവുന്ന സാധനമാണ് ലൈക്ക് ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് കേസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ ആണ്. സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് വളരെ റെയർ കേസസിൽ മാത്രമേ ഇവർ കൊടുക്കുള്ളൂ. കാരണം അത് ക്ലോസ് ടു എ റിയൽ അക്കൗണ്ടാണ്. അപ്പം നമ്മളെ ലൈക്ക് എന്താ പറയുക, അത് അവർക്ക് ലാഭകരമല്ല ആ അക്കൗണ്ടിൽ അങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു സാധനം ലൈക്ക് കൊടുക്കാത്തത്. ഓക്കെ. അപ്പം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടൈപ്പ്, അതായത് എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗണും ഇൻട്രാഡേ ഡ്രോ ഡൗണും, ഈ 2 ടൈപ്പ് ഡ്രോ ഡൗൺ ആണ് ഫണ്ട് അക്കൗണ്ട്സ് യൂഷ്വലി കൊടുക്കുന്നത്. അപ്പം അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എൻഡ് ഓഫ് ദി ഡേ മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ റിയൽ ടൈം അല്ലെങ്കിൽ ഇൻട്രാഡേ ഡ്രോ ഡൗണിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയൽ ടൈമിൽ, അതായത് ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്ത് തൊട്ടിട്ട് നമ്മുടെ ഡ്രോ ഡൗൺ ട്രിഗർ ആവും. അതായത് നമ്മളിപ്പോൾ ട്രേഡിൽ എൻ്റർ ചെയ്തു, എന്നിട്ട് നമ്മളൊരു $500 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു $1000 റൺ ചെയ്യുന്ന ട്രേഡാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ട്രേഡ് $500 അപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിലിംഗ് ഡ്രോ ഡൗണും അതിൻ്റെ കൂടെ തന്നെ $500 അപ്പാവും. എന്നിട്ട് ഈ ട്രേഡ് തിരിച്ചു വന്ന് ബ്രേക്ക് ഇവൻ്റെ താഴെ ഒരു $100 എത്തിയെന്ന് വിചാരിക്കുക. അപ്പം അത്രയും റിയൽ ടൈമിലാണെങ്കിൽ നമുക്കൊരു -100 മാത്രമേ അവിടെ ആവുന്നുള്ളൂ, ആ ട്രേഡിൽ അതേ കാണിക്കുള്ളൂ. പക്ഷേ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആയതുകൊണ്ട് $600 നെഗറ്റീവാണ്. കാരണം ഇത് മേലോട്ട് പോയ സാധനം താഴോട്ട് വരില്ല. ഓക്കെ. താഴോട്ട് വന്ന സാധനം ലൈക്ക് പിന്നെ അതിന്റെ മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രോ ഡൗൺ റിയൽ ടൈമിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ട്രേഡ് ചെയ്യാൻ അതൊരു ഒരു ഡ്രാമയാണ്, ടു ബി ഓണസ്റ്റ്. ലൈക്ക് നമ്മൾ മാക്സിമം ഡ്രാമ കുറച്ചിട്ട് മാക്സിമം ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക, ഇവരെ ഈ ഒരു റൂൾസ് എന്ന് പറയുന്ന ഈ ലൂപ്പിൽ പെട്ടുപോകാണ്ട് എങ്ങനെ ക്ലോസ് ടു എ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യാന്നുള്ള സാധനമാണ് പഠിക്കേണ്ടത്. കാരണം നമ്മളെ എൻഡ് ഓഫ് ദ ഗോൾ എന്ന് പറയുന്നത്, ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കാനോ അതോ എന്താ പറയുക ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ റൂൾസിൽ കിടന്ന് കളിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റിയൽ ക്യാപിറ്റലിട്ട് റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു മീഡിയം മാത്രമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. കാരണം ചെറിയൊരു എൻട്രി ഫീ അല്ലെങ്കിൽ ഇപ്പൊ നാസ്ഡാക്ക് പോലുള്ളൊരു അസറ്റ് ക്ലാസ് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് $10,000 to $20,000 എങ്കിലും നിങ്ങൾക്ക് മിനിമം വേണം. അപ്പം ആ ഒരു അസറ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് എന്താ പറയുക ചെറിയൊരു എമൗണ്ടില്ല, ലൈക്ക് ഇപ്പം ഈ ഒരു കേസിൽ നോക്കുവാണെങ്കിൽ
ഗോഡ് ഫണ്ടിന്റെ ഈ ഒരു എൻഡ് ഓഫ് ദ ഡേ ഡ്രോഡൗൺ വരുന്ന 50K അക്കൗണ്ടിന് ആകെ ഇപ്പം വരുന്നത് $69. അല്ല, ആക്ടിവേഷൻ ഫീ പോലും വരുന്നില്ല. അപ്പം അത്രയും ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഇത്രയും വലിയ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് റിയൽ ടൈം ഡാറ്റ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ആയിട്ട് മാത്രമേ ഇത് കാണാവൂ. മനസ്സിലായോ? ഇതിൻ്റെ അകത്തുനിന്ന് ഹ്യൂജ് ഡ്രോ ഡൗൺ എടുത്തിട്ട് ലൈക്ക് ഹ്യൂജ് പേ ഔട്ട്സ് എടുത്തിട്ട് ലൈക്ക് ലൈഫ് സെറ്റ് ആക്കുക എന്നുള്ള ഒരു സംഭവം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പോസിബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ എൻ ഗോൾ അതാവരുത്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റൂളിൻ്റെ അകത്ത് നമ്മൾ അകപ്പെട്ട് ലൈക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ മോഡൽ അതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ലൂപ്പാണ്, അതിൻ്റെ അകത്ത് പുറത്തു വരാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഗോൾ എപ്പോഴും എന്താ പറയുക, ഈ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ ചീപ്പർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് മാത്രമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ്. അപ്പോൾ ഇവരുടെ ഡ്രാമയിൽ ഇവരുടെ ഈ ലൂപ്പിൽ കിടന്ന് കളിക്കുക എന്ന് പറയുന്നത് ലൈക്ക് വേസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ എടുക്കുക എപ്പോഴും, അത് ചൂസ് ചെയ്യാം. റിയൽ ടൈം എന്ന് പറയുന്നത് പിന്നെയും നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിന്റെ മുകളിൽ പിന്നെയും നമ്മളൊരു പ്രഷർ ആഡ് ചെയ്യുക അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത സാധനം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം ലൈക്ക് നമുക്ക് എടുക്കാനുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സെയിം ഡേ വിഡ്രോവൽ ഓഫർ ചെയ്യും. സെയിം ഡേ വിഡ്രോവൽ ഓഫർ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ പാസ്സായ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് വിഡ്രോവൽ എടുക്കാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കാം ആൾക്കാർ ഈ സാധനം ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വരുന്ന ഒരു ക്യാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യും. അതായത് $5,000 $2,000 ആയിരിക്കും ഒട്ടുമിക്ക പ്രോഫേംസിലും. $2,000 ആയിരിക്കും, അല്ലെങ്കിൽ 4% ആയിരിക്കും അവരുടെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, 2,100 അബവ് വരുന്ന പ്രോഫിറ്റ് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡേ തന്നെ വിഡ്രോൽ എടുക്കാൻ വേണ്ടിയിട്ട് $2,100 അബവ് ഉള്ള ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഗാംബിൾ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ മോഡലിന് പുറത്ത് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് റിസ്ക് ചെയ്യും. ലൈക്ക് അറിയാലോ, $3,000 ഉണ്ടാക്കണേ നമ്മൾ 2,000 തന്നെ റിസ്ക് ചെയ്യോ, അല്ലെങ്കിൽ $1,000 അങ്ങനെ. ലൈക്ക് ഇറ്റ്സ് ഓൾ അപ് ടു യു. പിന്നെ ഇമോഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ സാധനം കയ്യിൽ നിന്ന് പോയി. അപ്പം ആ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ തരുന്നത് നമുക്ക്. അപ്പം നമ്മൾ അതിൽ പെട്ടു പോകരുത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ 2, 3, 4 അല്ലെങ്കിൽ ഒരു മാസം എടുത്തിട്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമ്മൾ പാസ്സായി, അതായത് 6% എന്നുള്ള അവിടെ ഒരു പ്രോഫിറ്റ് യൂഷ്വലി 6 to 7 അല്ലെങ്കിൽ 8, ആ ഒരു 6 to 7 to 8 ആ ഒരു റേഞ്ചിലാണ് പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവുക. മെയിൻലി 6% ഉണ്ടാവുക, അത് നോക്കിയാൽ മതി. അപ്പോൾ 6% സാധനം നമ്മൾ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, റിയൽ ടൈം സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ പേ ഔട്ട് എടുക്കാം. കാരണം ഇത്രയും സ്ട്രെസ് നമ്മൾ അനുഭവിച്ചിട്ട് വന്നേ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം എന്നുള്ളതിൽ നമ്മൾ അന്ന് എന്തെങ്കിലും എന്താ പറയുക അൺവാണ്ടഡ് ആയിട്ട് റിസ്ക് എടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ലൂസ് ചെയ്യും. അപ്പം നമുക്ക് എന്താ ലൈക്ക് അവർ ജയിച്ചു, നമ്മൾ ഇമോഷൻ കാരണം നമ്മൾ പോയി. ഈ സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആഡഡ് പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻട്രാഡേ ഡ്രോ ഡൗൺ അല്ലെങ്കിൽ റിയൽ ടൈം ട്രേഡ് ചെയ്യുന്ന ഡ്രോ ഡൗൺ മാക്സിമം ഒഴിവാക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഓൾവേസ് ചൂസ് സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം $2,000 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ട്രേഡിംഗ് ഡേ പീരീഡ്, അതായത് മാർക്കറ്റ് ഓപ്പൺ തൊട്ട് ക്ലോസ് വരെയുള്ള ടൈമിൽ നിങ്ങൾ എത്ര ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഇൻട്രാഡേ ഈ ഡ്രോ ഡൗൺ ട്രെയിൽ ആവില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പം ട്രെയിൽ ലൈക്ക് ഇൻട്രാഡേ അല്ലെങ്കിൽ റിയൽ ടൈം എന്ന് പറയുന്നത് ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഡ്രോ ഡൗൺ നിങ്ങൾക്ക് ലൂസ് ആവത്തില്ല, അല്ലെങ്കിൽ അത് അനങ്ങത്തില്ല. സപ്പോസ് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡ്രോ ഡൗൺ ഹിറ്റ് ആവും. അപ്പം $2,000 നിങ്ങൾ ഒരു ദിവസം, അല്ലെങ്കിൽ ഇപ്പം ഡെയിലി മാക്സ് ലോസ് ഇല്ല, ഇപ്പോൾ ഒരുവിധ അക്കൗണ്ട്സിനൊക്കെ എടുത്തു കളഞ്ഞു ഈ ഡെയിലി മാക്സ് ലോസ് എന്ന് പറയുന്ന പരിപാടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഈ സാധനം പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം സെയിം ഡേ വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് $2,000 റിസ്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു 3,000 ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 900 വിഡ്രോ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് സൈക്കോളജിയാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രേഡിംഗ് ഡേ കഴിയുമ്പോൾ മാത്രമേ നിങ്ങളെ ഡ്രോ ഡൗൺ അവർ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഡ്രോ ഡൗണിൻ്റെ ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ $2,000 ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു $1,000 ഇതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,000 ബഫർ ഉണ്ട്. മനസ്സിലായോ? 4,000 ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4,000 ബഫർ ഉണ്ട്. നിങ്ങൾ ആ 2,000 പ്ലസ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് അവിടെ കിടക്കും. അതേപോലെ ലോസ് ആണെങ്കിൽ 2,000 മൈനസ് ആ പ്രോഫിറ്റ് അവിടെ. അങ്ങനെയാണ് സംഭവം വർക്കൗട്ട്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗൺ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ഉണ്ടെങ്കിൽ ഓൾവേസ്ലി അതാണ് നല്ലത്. കാരണം പിന്നെ ഡ്രോ ഡൗണിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിച്ച് ലൈക്ക് എത്ര ബാക്കിയുണ്ട്, എത്ര കൂടുതലുണ്ട് എന്നുള്ള സാധനം നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം റിയൽ അക്കൗണ്ടിൽ എങ്ങനെയാണോ അങ്ങനെയാണ് സ്റ്റാറ്റിക് ഉണ്ടാവുക. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഓൾവേസ് എൻഡ് ഓഫ് ദി ഡേ ചൂസ് ചെയ്യുക.
പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ട്രേഡിംഗ് വ്യൂയിലായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം അതായിരിക്കാം. ഇപ്പം MT5 അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ ദാറ്റ്, അത്രേ ഞാൻ പറയുള്ളൂ. പിന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പം MT5 പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കാണാറില്ല. ലൈക്ക് മെയിൻലി CFD അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ആൾക്കാരിലാണ് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക, റിത്തമിക് ഫ്രീഡ്സ് വരുന്ന കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഇതിലാണെങ്കിൽ ഇപ്പോൾ വോളിയോമെട്രിക് ട്രേഡിംഗ് അല്ലെങ്കിൽ കോൺടവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കോൺടവർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയത്, അത് നല്ല സാധനമാണ്. അല്ലെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത സംഭവം. കുറെ കാര്യങ്ങൾ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ലൈക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് വെയിറ്റ് സെറ്റ് ചെയ്ത് ട്രേഡ് വെയിറ്റ് എടുത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിഞ്ച ട്രേഡർ എന്നുള്ള സാധനം ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ട്രേഡിംഗ് വ്യൂ ആയിട്ട് ലിങ്ക് ചെയ്ത് ട്രേഡിംഗ് വ്യൂ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെ എല്ലാ കാര്യവും നിങ്ങൾക്ക് അതിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഡെയിലി സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നോ അല്ലെങ്കിൽ ഡെയിലി മാക്സ് ലോസോ ഡെയിലി മാക്സ് പ്രോഫിറ്റോ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീക്ക്ലി മാക്സ് പ്രോഫിറ്റ്, അങ്ങനെ എന്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് വെയിറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. സോ അത് ലൈക്ക് ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ സാധനം ചൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ട്രേഡ് വെയിറ്റും ട്രേഡിംഗ് വ്യൂവും അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇനി എങ്ങനെ ഈ ഡ്രോ ഡൗൺ നമ്മൾ ഹാൻഡിൽ ചെയ്യണം? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ അതിൽ അത് ഉണ്ടാവണം. ലൈക്ക് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്തൊരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളൊരു മെന്റർഷിപ്പിൽ ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു മെന്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് അയാൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ സാധനം അല്ലെങ്കിൽ വർക്ക് ആവുന്ന പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു മോഡൽ ഉണ്ടാവണം. അത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുന്നത് ബയസ് കൺഫർമേഷൻ, പിന്നെ എന്താ പറയുക ട്രേഡ് മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചൊരു സിസ്റ്റം അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പം ഇതിന്റെ വിൻ റേറ്റും കാര്യങ്ങളും നിങ്ങൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ ട്രേഡിങ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ട്രേഡ്സ് നിങ്ങൾക്ക് വേണം, അതായത് നിങ്ങളിപ്പം ഡെയിലി ഇപ്പം എൻ്റെ മെന്റർഷിപ്പിലുള്ള ആൾക്കാർക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നൈപ്പർ എൻട്രി പോലത്തെ സാധനമാണ്. അതായത് ഡെയിലി ഈ സാധനം ഹാപ്പൻ ചെയ്യും. അപ്പം ഒറ്റ ടൈമാണ് ഇത്, ലൈക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്പേസിന്റെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ എൻ്റർ ചെയ്യുന്ന ഒരു മോഡലാണ് എൻ്റെ. അപ്പം അത് യൂഷ്വലി മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ്, നോർമലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതെങ്ങനെ കാണാം, അതിന്റെ വ്യത്യസ്ത സാധനങ്ങൾ എങ്ങനെയാ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് 1 എൻട്രി ഉള്ളൂ, ഒരു ദിവസം ഒരു എൻട്രി അതിന്റെ ആവശ്യമുള്ളൂ. അപ്പം അത് കിട്ടുവാണെങ്കിൽ എടുക്കാം, മിസ്സാവുകയാണെങ്കിൽ പോവാൻ നാളെ വന്ന് എടുക്കാം. അതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഈ സാധനം ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എത്ര ട്രേഡ്സ് വേണമെന്ന് നമുക്കറിയാം. ലൈക്ക് ഇപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ 2 ട്രേഡ് കൂടുതൽ എൻ്റെ മോഡൽ ഫെയിൽ ആവത്തില്ല, അങ്ങനെ ഒരു സാധനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫെയിൽ ആവില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം ഇല്ല. ലൈക്ക് പെർഫെക്റ്റ് എന്നൊരു സാധനം ഇല്ല ട്രേഡിങ്ങിൻ്റെ അകത്ത്. ബട്ട് യൂഷ്വലി എൻ്റെ ഡാറ്റ വെച്ചിട്ട് 2 ദിവസത്തിൽ കൂടുതൽ ഈ സാധനം ഫെയിൽ ആവാറില്ല. അപ്പം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1:1 1:2 ലൈക്ക് ഭയങ്കര ഒരു ലൈക്ക് ഹൈ വിൻ റേറ്റ് ഉള്ള അല്ലെങ്കിൽ ഹൈ ഒക്കോറൻസ് പ്രോബബിലിറ്റി എന്നൊക്കെ പറയാം, അത് കൂടുതലുള്ളൊരു മോഡലാണ് എൻ്റെത്. അതായത് ഡെയിലി ഇത് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമുക്ക് 1:1 ആണെങ്കിൽ പോലും നമുക്ക് ഹൈ വിൻ റേറ്റ് എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എൻ്റെത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു 4 ചാൻസസ്, അതായത് ഇപ്പം ഒരു 4 ചാൻസസ് ആയിട്ട് ഞാൻ എൻ്റെ ഡ്രോ ഡൗൺ ഡിവൈഡ് ചെയ്യുക. അതായത് $2,000 എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ $50,000 അക്കൗണ്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് $2,000 ആണ് നിങ്ങളുടെ ട്രേഡിംഗ് ബഫർ. അതായത് $2,000 നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അപ്പം അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. ലൈക്ക് നിങ്ങൾ 1% റിസ്ക് ചെയ്യുക, 2% റിസ്ക് ചെയ്യുക, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ട്രേഡ് വേണം, അതായത് ഇപ്പം എത്ര ലോസ് വരെ ഒരു സ്ട്രീക്കിൽ നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, എത്ര ട്രേഡ്സ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ ഇപ്പം ഒരു ലൂസിങ് സ്ട്രീക്കിലാണെങ്കിൽ പോലും എത്ര ട്രേഡ്സ് വരെയാണ് നിങ്ങളുടെ ലൂസിങ് സ്ട്രീക്കിൽ വരുന്നത്, അതായത് 2 ആണോ 3 ആണോ 4 ആണോ, എത്ര വന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു സാധനം, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവും. ലൈക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്ട്രീം ഏലിയൻ സാധനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് മോസ്റ്റ്ലി നിങ്ങളൊരു ബിഗിനർ ആയിരിക്കാം.
അതുകൊണ്ടായിരിക്കാം. ലൈക്ക് ആ ഒരു സാധനം ലൈക്ക് ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റപ്പിന്റെ വിൻ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. അപ്പോൾ എത്ര ചാൻസസ് നിങ്ങൾക്ക് വേണം എന്നുള്ള സാധനത്തിൽ ലൈക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ മോഡലാണെങ്കിൽ ഞാൻ ഒരു 4 to 6 ചാൻസസ് ആണ് ഞാൻ കൊടുക്കാറ്. ഇപ്പം ഞാൻ കറന്റ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രേഡിഫൈഡ് ഒരു ഇൻസ്റ്റന്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. അതിൽ നമുക്ക് 6K ഡ്രോ ഡൗൺ വരുന്നുണ്ട്. അപ്പോൾ 6K ഡ്രോ ഡൗൺ വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ഒരു $1000 പെർ ട്രേഡ് റിസ്ക് ചെയ്തിട്ടാണ് ആ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 6 ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്കത് മോർ ദാൻ ഇനഫ്. ഞാൻ പറഞ്ഞില്ലേ 2 ട്രേഡിൽ കൂടുതൽ എൻ്റെ ലോസസ് വരാറില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പിന്നെ 4 ചാൻസസ് ഇവിടെ കിടക്കുക. അപ്പം ഞാൻ 1:1 ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്കത് ഓവർകം ചെയ്യാവുന്നേ ഉള്ളൂ. ലൈക്ക് ആ ലോസസ് കഴിഞ്ഞാലും 1:2 ഞാൻ ലൈക്ക് ഓവറോൾ ട്രേഡ്സിൽ 1:2 ഞാൻ നിൽക്കുക. അപ്പം സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പം അങ്ങനെ നിങ്ങൾ ഈ സാധനം ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പം ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര റിസ്ക് ചെയ്യണം എന്നുള്ള സാധനത്തിൽ നിങ്ങളൊരു കൺഫർമേഷൻ, അതായത് $500 റിസ്ക് ചെയ്യാന്ന് വിചാരിക്കാം. അതായത് 1%, $50,000 1%. അപ്പം നിങ്ങൾക്ക് 4 ദിവസമാണ് നിങ്ങൾക്ക് ഡ്രോ ഡൗണിൽ ഇരിക്കാനുള്ള ഒരു ചാൻസസ് കിട്ടുക. അപ്പം ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂള് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് 1 ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ട്രേഡിൽ $500 റിസ്ക് ചെയ്യുകയാണെങ്കിൽ, അത് സപ്പോസ് ഇപ്പോൾ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോകണം. അത് നിങ്ങളുടെ ഒരു സ്കില്ല്, ലൈക്ക് എന്താ പറയുക, സ്കില്ലെന്നല്ല, ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ അതിൽ കാണിക്കണം. പിന്നെ ഓവർ ട്രേഡ് ചെയ്യുക എന്നുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ലൈക്ക് അതൊക്കെ ഈ വീഡിയോന്റെ സ്കോപ്പിന്റെ പുറത്താണ്. ലൈക്ക് അതിൽ ഇമോഷൻസ് കൺട്രോൾ കാര്യങ്ങൾ, അത് നിങ്ങളെ അതിന്റെ പുറത്തുള്ള സംഭവങ്ങൾ. അപ്പൊ അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പൊ എത്ര നിങ്ങൾക്ക് ചാൻസസ് വേണം ആ സാധനത്തിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തുക. ഇപ്പം 4 ചാൻസസ് ആണെങ്കിൽ നിങ്ങളത് 4 എണ്ണമായിട്ട് $500 ആയിട്ട് റിസ്ക് ചെയ്യുക. അപ്പം ദിവസം നിങ്ങൾ 5 ട്രേഡ് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡിൽ $100 മാത്രം റിസ്ക് ചെയ്യുക. അതേപോലെ നിങ്ങളിപ്പം ഒരു ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ റിസ്ക് നിങ്ങൾക്ക് എന്താ പറയുക, വേണമെങ്കിൽ 500 റിസ്ക് ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് ആ സാധനം ലൈക്ക് $500 കൂടുതൽ നിങ്ങൾ ലോസ് ചെയ്യാതിരിക്കുക ഒരു ദിവസം. അപ്പം ഡ്രോ ഡൗൺ അങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ലൈക്ക് പേ ഔട്ട്സിന്റെ കാര്യത്തിലാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ലൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എന്താ പറയുക, ഇവർ കുറെ നുറുക്ക് സാധനങ്ങളുണ്ടാവും. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഇവാലുവേഷൻ ഫേസിലുള്ള റൂൾസ് ആയിരിക്കില്ല ഇപ്പം മിക്കവാറും ഫണ്ടിൽ. കാരണം അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവാലുവേഷൻ ഫേസിൽ നമ്മൾ കംഫർട്ടബിൾ ആയെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ആ സാധനം കൂടെ മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു പുതിയ സാധനം കയ്യിലോട്ട് വരുന്നത്. അതായത് റൂൾസ്, പുതിയ ഒരു റൂൾസാണ് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ സൈക്കോളജീനെ അത് ബാധിക്കും. അപ്പം ഇത് ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അക്കൗണ്ട് ലൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ അക്കൗണ്ട്സിന്റെ റൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. കാരണം അപ്പം എൻഡ് ഓഫ് ദി ഡേ ഫണ്ടഡ് അക്കൗണ്ടിന്റെ ഒരു എന്താ പറയാ, അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളെ ലൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ലോസ് ആയാലേ അവർക്ക് പൈസ ഉണ്ടാവുള്ളൂ. അപ്പം ആ സാധനങ്ങൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പം ഈ എൻഡ് ഓഫ് ദി ഡേയുടെ ലൈക്ക് ഗോഡ് ഫണ്ടഡ് അക്കൗണ്ടിന്റെ എൻഡ് ഓഫ് ദി ഡേ അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. പ്രോഫിറ്റ് ടാർഗറ്റ് നമുക്ക് 3000 ആണ്. അതെങ്ങനെ അച്ചീവ് ചെയ്യണമെന്നുള്ള സാധനം ഞാൻ ഓൾറെഡി പറഞ്ഞു. ലൈക്ക് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യാതെ ലൈക്ക് നിങ്ങൾ എത്ര ചാൻസസ് ലൈക്ക് എടുക്കണം എന്നുള്ളതും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സംസാരിച്ചു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവരുടെ FAQs ഉണ്ടാവും. FAQs പോയി നോക്കി അതിൽ ഹിഡൻ റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നിങ്ങൾ എടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ചാലഞ്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത് എടുത്ത് നോക്കുക. അതിൽ അവരുടെ ഫുൾ കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽസ് ഇരുന്ന് വായിക്കുക, മനസ്സിലാവുന്നവരെ വായിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചലഞ്ചിലോ ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്കൊരു ലൈക്ക് ഇഫ് യു ഹാവ് എ പേഴ്സൺ ദാറ്റ് യു ലുക്ക് അപ് ടു, നിങ്ങൾക്ക് അയാളോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ വന്നിട്ട് എന്നോട് ചോദിക്കും. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ട്സിൻ്റെ ഞാൻ പറഞ്ഞത് ഇവാലുവേഷനിലും പേ ഔട്ട്സിലും ഇവരുടെ റൂൾസ് വ്യത്യാസമായിരിക്കും. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് എന്താ പറയുക, ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മുന്നേ വൃത്തിയായിട്ട് മേടിക്കാൻ ലൈക്ക് പഠിച്ച്
എന്താ പറയുക, നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾ ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡൽ, അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈലിലും നിങ്ങളുടെ മോഡലിലും ഈ സാധനം എത്രത്തോളം മാച്ചിങ് ആണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിലിപ്പം ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ മോഡൽ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ മോഡിഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള സാധനം നിങ്ങൾ തോന്നുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ അൺകോൺഷ്യസ്ലി നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മോഡൽ ഒരുപാട് മോഡിഫൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ അക്കൗണ്ട് നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല. അതായത് ഈ കമ്പനിയുടെ ഈ പ്ലാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, നിങ്ങൾ ഇഷ്ടം പോലെ വേറെ പ്ലാൻസ് ഉണ്ട്, ഇഷ്ടം പോലെ വേറെ അക്കൗണ്ട്സ് ഉണ്ട്. അത് നിങ്ങൾ നോക്കി പോവുക. അത് നിങ്ങൾ എന്താ പറയുക, പെട്ടെന്നൊരു വിഡ്രോവൽ എടുക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ അക്കൗണ്ട്സ് എടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റന്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവരിപ്പം ഡേ 1 തൊട്ട് നിങ്ങൾക്ക് പേ ഔട്ട് തരുമെന്ന് പറയും. പക്ഷെ അതിന്റെ മുന്നിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ നെഗറ്റീവ് സാധനങ്ങളുണ്ട് നിങ്ങളെ ഫെയിൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് പെട്ടെന്നൊരു പേ ഔട്ട് എന്നുള്ള സാധനത്തിലുപരി നമ്മളെ മോഡൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വൃത്തിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സാധനത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നുന്നത് ലൈക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പം പെട്ടെന്ന് വിഡ്രോൾ എടുക്കാന്നുള്ള സാധനത്തിലേക്കല്ലേ നമ്മൾ പോകേണ്ടതെന്നുള്ളത്. ലൈക്ക് നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ പൈസ ഉണ്ടാക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ ഇതിനെ ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലൂപ്പ് കിടന്ന് കറങ്ങത്തുള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം. എന്ന് നിങ്ങൾ ആ സാധനത്തിൽ നിന്ന് വെളി വരുന്നു, അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊരു ഫാക്റ്റാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ജയിച്ച, ഇതിൻ്റെ അകത്ത് നിന്ന് പേ ഔട്ട് എടുത്ത് ഇതിൻ്റെ അകത്ത് നിന്ന് പാസ്സായ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കും, ദേ വിൽ ടെൽ യു ദ സെയിം. ഓക്കെ, അപ്പം നമ്മൾ ഡ്രോ ഡൗൺ കവർ ചെയ്തു. പിന്നെ മാക്സ് കോൺട്രാക്ട് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ടിപ്പം പെർ ട്രേഡ് നിങ്ങൾക്ക് $500 ആണെങ്കിൽ ഇപ്പം നാസ്ഡാക്ക് മിനിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു കോൺട്രാക്ട് പോലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ മിനിന്ന് മൈക്രോയിലേക്ക് സ്വിച്ച് ചെയ്യുക. അങ്ങനെ ഒരു ഗുണമുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ചാർട്ട്, അതായത് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ S&P, നാസ്ഡാക്ക് മിനി, പിന്നെ S&P മിനി, S&P മൈക്രോ, നാസ്ഡാക്ക് മൈക്രോ, ഈ 4 ചാർട്ട് നിങ്ങളിൽ വേണം. അതാകുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്ക് എളുപ്പമാണ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു മിനി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മൈക്രോയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഹാഫോ അല്ലെങ്കിൽ എന്താ പറയുക 1 ലൈക്ക് 5 ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് 5 മൈക്രോസോ 6 മൈക്രോസോ അല്ലെങ്കിൽ 2 മൈക്രോസോ 1 മൈക്രോസോ നിങ്ങൾക്ക് എത്രയാണോ റിസ്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾ അതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഒരു കാര്യം. പിന്നെ ഡ്രോഡൗൺ നമ്മൾ പറഞ്ഞു എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ആക്ടിവേഷൻ ഫീ ഇപ്പം പൊതുവെ എല്ലാ അക്കൗണ്ടും എടുത്തു കളഞ്ഞു, അതുകൊണ്ട് അതില്ലാത്ത തന്നെ എടുത്താൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇഷ്ടം പോലെ അക്കൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ പാസ്സായിട്ട് പിന്നെ ഇവർക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതൊക്കെ പണ്ടായിരുന്നു. ലൈക്ക് ഒരു വർഷം മുന്നേക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇപ്പം ഒരു അക്കൗണ്ട്സിനും ആക്ടിവേഷൻ ഫീ ഇല്ല. സോ ദാറ്റ്സ് ഫൈൻ. റീസെറ്റ് ഫീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 59 ആണ്, ഇവിടെ 49 ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യാം. പിന്നെ കൺസിസ്റ്റൻസി റൂളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ്. കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നിങ്ങളിപ്പോൾ ഇവാലുവേഷനിൽ ഒന്നാണ്, ഫണ്ടഡിൽ ഒന്നാണ്. അപ്പം ഈ കൺസിസ്റ്റൻസി റൂള് എപ്പോഴും കൂടുന്നതാണ് നല്ലത് കുറയുന്നതിനേക്കാളും. കുറയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലൈക്ക് നിങ്ങൾക്കിപ്പം 100% കൺസിസ്റ്റൻസി എങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല. കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർ ഡേ നിങ്ങൾ ഉണ്ടാക്കുന്ന ട്രേഡ് നിങ്ങൾ ഓവറോൾ ട്രേഡിൻ്റെ എത്ര ശതമാനമാണെന്നുള്ളതാണ് കൺസിസ്റ്റൻസി. മനസ്സിലായോ? അത് കിട്ടാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റ് എത്രയാണ്, ലൈക്ക് നിങ്ങൾ ഉണ്ടാക്കിയ മാക്സിമം പ്രോഫിറ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ്. അതായത് നിങ്ങൾ ട്രേഡിംഗ് ഡേയ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ ഒരു ദിവസത്തിൽ, അത് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അത് ഇൻറ്റു 100 ഓക്കെ പെർസെൻറ്റേജ് വൈസ് കാണണമെങ്കിൽ അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അത് എപ്പോഴും നല്ലത് എത്ര കൂടുതൽ കിട്ടുന്നു അത്രയും നല്ലത്. ഇപ്പം 20% ഒക്കെ ആയിട്ട് 15 ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും കുറവുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ട്രേഡ്സ് നിങ്ങൾ അധികം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് അധികം പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ട്രേഡ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം കൺസിസ്റ്റൻസി റൂൾ എത്ര കൂടുതൽ കിട്ടുന്നു അതെടുക്കുക. ഓക്കെ, അപ്പം 50% ഈസ് ഫൈൻ. കാരണം നിങ്ങൾക്ക് അത് 50% ഈസ് ഫൈൻ. ഓക്കെ, അത് ഞാൻ ഒരുപാട് അക്കൗണ്ട്സ് അങ്ങനെ പാസ്സാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിലും കുറഞ്ഞ് വരുമ്പോൾ ലൈക്ക് 20%-ഉം അതിന് താഴെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
ഓക്കെ. നിങ്ങൾ ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് നിങ്ങൾ കൂടുതൽ ട്രേഡ്സ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിക്സഡ് സാധനത്തിൽ നിൽക്കേണ്ടി വരും. ഇപ്പം 20% കൺസിസ്റ്റൻസി ആണെങ്കിൽ അവരെന്ത് പറയും, മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇല്ല എന്ന് പറയും. പക്ഷെ അതൊരു ലൈ ആ. കാരണം 20% കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം നിങ്ങൾ 5 ഡേ 20% കൺസിസ്റ്റൻസിയിൽ ട്രേഡ് ചെയ്താലേ നിങ്ങൾക്ക് അത് പറ്റുള്ളൂ. അപ്പം അത് 6-7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡേയ്സ് ആവാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവരെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം പിന്നെന്താ, ഇതൊക്കെ തന്നെ. പിന്നെ കൺസിസ്റ്റൻസി റൂൾ ഞാൻ പറഞ്ഞല്ലോ, FAQ എപ്പം അക്കൗണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും FAQ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് വായിക്കുക. അതായത് നിങ്ങൾ മേടിക്കുന്ന അക്കൗണ്ടിന്റെ FAQ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് വായിക്കുക. എന്നിട്ട് എല്ലാ ട്രേഡിംഗ് അക്കൗണ്ട്സിന്റെയും ട്രേഡിംഗ് കമ്പനീസുമായിട്ട് നിങ്ങൾ എന്താ പറയുക, ഈ സാധനം കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാതെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണെങ്കിൽ മാത്രം ആ സാധനം മേടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ പാസ് ദി അക്കൗണ്ട്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ മെയിനായിട്ട് ഇപ്പം എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി റൂളാണ്. പിന്നെ ഡ്രോ ഡൗൺ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഈ നമ്മൾ ഇവർ തരുന്ന റൂൾസിന്റെ അകത്ത് നമ്മൾ പെട്ടു, അതായത് തിങ്ക് ഔട്ട്സൈഡ് ഓഫ് ദ ബോക്സ്. ഓക്കെ, ഇവര് തരുന്ന ആ ഒരു കൂട്ടിൽ നമ്മൾ പെട്ടുപോകാതെ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഇവർ തരുന്ന സാധനം നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുക, അക്കൗണ്ട് പാസ്സാക്കുക. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് ദിസ് ക്യാൻ പാസ് ദ അക്കൗണ്ട്. നിങ്ങളെല്ലാവരും പാസ്സാവട്ടെ എന്ന് വിചാരിക്കുന്നു. Okay then, I'll see you in the next video. Bye for now. Thanks for watching. Thanks for your time.